ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ പ്രതിഷേധം ഏത് ഘട്ടം വരെ എത്തുമെന്നാണ് അങ്ങ് കരുതുന്നത്? CPM അതിൽ ഈ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു. 2 വട്ടം നടത്തിയ ചർച്ചയിലും തീരുമാനമായിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ പരസ്യമായി തന്നെ ഇതിൽ പ്രതികരിക്കുന്നതിൽ CPM-ന് എതിർപ്പുണ്ട് താനും. CPI ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായി പ്രതികരിക്കുന്നതിൽ CPM-ന് എതിർപ്പുണ്ട് താനും. അതാണ് TP രാമകൃഷ്ണൻ ഒടുവിൽ നടത്തിയ പ്രതികരണത്തിലൂടെ പറയുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ ഈ സമ്മർദ്ദത്തിന് CPM വഴങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ് അങ്ങ് കാണുന്നത്? ഈ മുന്നണി മര്യാദ എന്നൊരു പ്രയോഗം അല്ലെങ്കിൽ വാക്ക്, അത് നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ UDF-ൻ്റെ സംഭാവനയാണ്. ഈ മുന്നണി മര്യാദ എന്നത് UDF-ന് മാത്രമല്ല LDF-നും ബാധകമാണ്. ഇപ്പോഴത്തെ LDF വല്ലാതെ ശോഷിച്ച അവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല എന്ന ശാഠ്യത്തിലാണ് CPM. അത് ഞാൻ അവരെ കുറ്റം പറയുന്നുമില്ല. പക്ഷേ ഇവിടെ CPM-ന് മുന്നാകെ ഈ 3 പാർട്ടികളല്ലേ അവിടെ ഉള്ളൂ. CPM-ന് മുമ്പാകെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ CPI ഉന്നയിച്ച ഒരു ആവശ്യമാണ് ഈ ഉപനേതൃ പദവി. അത് അവരുടെ മോഹമാണ്. ഞാൻ ഈ മോഹത്തെ വ്യാമോഹം എന്നൊക്കെ വിശേഷിപ്പിച്ച് വിലയിടിച്ച് കാണുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു CPIക്ക് ആ പദവി കൊടുത്തത് കൊണ്ട് നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൽ ഗുണപരമായ എന്തെങ്കിലും മാറ്റം വരും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇപ്പോൾ ചിന്തിക്കേണ്ട വിഷയം അതിനേക്കാൾ ഉപരിയായി LDF-ൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പ് അതങ്ങനെ ഉറപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ക്ഷീണത്തിൽ നിന്ന് LDF-നെ എങ്ങനെ കരകയറ്റാം, അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഈ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ അകന്നു പോയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് അത് CPIക്കും അറിയാം, CPM-നും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ സംഭവിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇപ്പോഴത്തെ കാര്യങ്ങളിലെ പോക്ക് കാണുമ്പോൾ പിണക്കവും ഇണക്കമില്ലാത്ത വർത്തമാനവും മുന്നറിയിപ്പും ഒക്കെ കാണുമ്പോൾ എന്ത് സംഭവിക്കാം? രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ, എന്ത് സംഭവിക്കാം. അതൊരു കടന്ന കൈയായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് CPI പോകുമോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. അവർക്ക് മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥ വന്നാൽ അവരുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി കടുത്ത കൈകളിലേക്ക് ചിലപ്പോൾ കടന്നേക്കാം. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ പറഞ്ഞത് തന്നെ അല്പം കടന്ന കൈയല്ലേ. ഞങ്ങൾ ഈ സഭയിൽ മാറിയിരിക്കും എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവുമായി സഹകരിക്കില്ല എന്നാണ് എൻ്റെ അർത്ഥം. പ്രതിപക്ഷ നേതാവ് ഇറങ്ങിപ്പോകുമ്പോൾ കൂടെ പോകാൻ CPI ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രീതിയിൽ LDF-നെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക്, നിലപാടുകളിലേക്ക് CPI പോകുന്നില്ല എന്നെനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും പോകരുത് എന്നാണ് എൻ്റെ വിനീതമായ ആഗ്രഹം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.